ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൻകേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പാൻകേക്ക് തന്നെ പല വിധത്തിലുണ്ട്, പല വെറൈറ്റി പാൻകേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന പാൻകേക്ക് ആണ്. നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേഞ്ച് ആക്കാം കേട്ടോ. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിയുടെ അളവ് കൂടാനൊന്നും പാടില്ല കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെയും മൈദപ്പൊടിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കട്ടി വേണം കേട്ടോ നമ്മുടെ പാൻകേക്കിൻ്റെ ബാറ്റർ. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു തിക്ക് വേണം. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി പാനൊന്ന് ഗ്രീസ് ചെയ്യുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രീസ് ചെയ്യണത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തട്ട് ദോശ ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മേൽഭാഗമൊക്കെ ഇതുപോലെ ഓട്ടായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മേൽഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറിച്ചിട്ടിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള പാൻകേക്കും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴത്തിന് പകരം റോബസ്റ്റ് പഴമൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് പാൻകേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തേൻ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ന്യൂട്ടലൊക്കെ വെച്ച് കഴിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്